കേന്ദ്ര സംസ്ഥാന തർക്കത്തിൽപ്പെട്ട് സംസ്ഥാനത്തിന്റെ ഒരു അഭിമാന പദ്ധതി നിലയ്ക്കുമോ എന്നതാണ് നമുക്ക് മുന്നിലുണ്ടാവുന്ന ചോദ്യം. ഈ ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഇരട്ടപ്പാതാ നിർദ്ദേശവുമായി കേന്ദ്രം മുന്നോട്ട് വരുന്നു. എന്നാൽ സിംഗിൾ ലൈൻ മാത്രമാണ് തങ്ങളുടെ പരിഗണനയിൽ നിന്ന് സംസ്ഥാനം നിലപാടെടുക്കുന്നു. ഈ രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ നിലച്ചു പോകുന്നത് സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയാണ്. ഇതുവരെ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ ഇതുവരെ 6 കിലോമീറ്ററിലധികം പൂർത്തിയാക്കി ഒരു സ്റ്റേഷൻ പൂർത്തിയായ ആ പദ്ധതി നിലച്ചു പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് മലയാളികളുടെ ഒരു വലിയ വികസന സ്വപ്നം കൂടിയാണ്. ഒപ്പം ഇതുവരെ ചിലവഴിച്ച കോടികൾ അതിനാര് കണക്ക് പറയുമെന്ന ചോദ്യം കൂടി അവശേഷിക്കുകയാണ്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, നമ്മൾ പറഞ്ഞു വന്നതാണ് ഇതിന്റെ പശ്ചാത്തലം. അതായത് ഡാനിയുടെ വാർത്തയിൽ സൂചിപ്പിക്കുന്നു പോലെ അത്ര കിലോമീറ്ററുകൾ പൂർണ്ണമായ ഒരു പദ്ധതിയാണ്. പക്ഷേ ഇനി നീളേണ്ടതുണ്ട്. അതിനുവേണ്ടി ഭൂമി വിട്ടുകൊടുത്ത ആളുകളുണ്ട്. അങ്ങനെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. നിലയ്ക്കുമോ എന്ന ആശങ്കയിൽ നിൽക്കുന്നത്. നമുക്കിത് പറയേണ്ടി വരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം അത്ര കണ്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഇതിലുണ്ടായി എന്നതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഒരു അനുകൂല സാഹചര്യം ഉണ്ടാവുന്നില്ല? ഇത് സംബന്ധിച്ച് ഈ ശബരി ആക്ഷൻ പ്ലാനുമായി നിൽക്കുന്ന ശബരി റെയിൽവേക്ക് വേണ്ടി നിലനിൽക്കുന്നവരുടെ ഒക്കെ ഒരു കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ എന്താണ്? ഈ പദ്ധതിയിൽ എന്തെങ്കിലും പ്രതീക്ഷ നമ്മൾ വെക്കണം? സജിത്ത്, ഇതില് ഈ വലിയ ഒരു പദ്ധതി അതിൽ വിഭാവനം ചെയ്യുമ്പോൾ അത് കേരളത്തിൻ്റെ ഒരു വികസനം, അത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഈ മലയോര മേഖലകളുടെ ഒരു വികസനത്തിലേക്കുള്ള ഒരു വഴി, അതിൻ്റെ ഒരു ചൂളം വിളിയായിരുന്നു സത്യത്തിൽ കേരളം പ്രതീക്ഷിച്ചതും കാതോർത്തതുമെല്ലാം ഇത്ര കാലം. പക്ഷേ ഇത് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നീണ്ടു പോവുകയായിരുന്നു. 1/4 നൂറ്റാണ്ടിലധികം പിന്നിട്ടിരിക്കുന്നു എന്നതാണ്. ഇതിൽ നമ്മൾ കാലടി ഭാഗത്തേക്ക്, അങ്കമാലി ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ കൂടുതൽ ലാൻഡ് അക്വിസിഷൻ വിപുലമായ രീതിയിൽ തന്നെ പല കാര്യങ്ങളും നടന്നു. പക്ഷേ ഈ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു എന്നാണ്. കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി തന്നെ ചെലവഴിച്ചിരിക്കുന്നു. അതെല്ലാം കണ്ടപ്പോൾ പദ്ധതി വളരെ പെട്ടെന്ന് നടപ്പിലാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. 7 കിലോമീറ്ററോളം റെയിൽപാത അവിടെ പൂർത്തിയായിരിക്കുന്നു. ഒരു ട്രെയിൻ കടന്നു പോകുന്നതിനുള്ളൊരു പാലം പെരിയാറിന് കുറുകെ തീർത്തിരിക്കുന്നു. ഒപ്പം ഒരു റെയിൽവേ സ്റ്റേഷനും അവിടെ തീർത്തിരിക്കുന്നു എന്നതാണ്. കാലടി റെയിൽവേ സ്റ്റേഷൻ തീർത്തിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് കണ്ട് മാത്രമേ നമുക്കത് മനസ്സിലാകൂ. അത്ര കണ്ട് അതെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരിക്കുന്നു. ഒപ്പം ഈ വഴി അത്രയും ഭൂമി എടുത്തു പോയൊരു അവസ്ഥ അതിനും ദയനീയമാണ്. കാരണം അവർക്ക് സ്വന്തം ഭൂമി അതിൻ്റെ മറ്റിടത്തേക്ക് താമസം മാറുമ്പോൾ കൺമുന്നിൽ തന്നെ പലരും തന്നെ കാണുന്നു. പലപ്പോഴും അവിടെങ്ങളെല്ലാം തന്നെ വന്നു പോകുന്നവരുണ്ട്. അവരുടെ വീടുകൾ ചിലത് പൊളിച്ചു നീക്കിയിട്ടുണ്ട്, ചിലത് പൊളിക്കാത്തവയുണ്ട്. ഇതെല്ലാം കാട് കയറി നശിക്കുന്നു. മറ്റുള്ളവരുടെ ഒരു സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി ഇത്തരം കാര്യങ്ങളെല്ലാം മാറുന്നു. അവർക്ക് പിന്നീട് അവശേഷിച്ച ഭൂമിയിൽ പോലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ചെയ്യുന്നതിന് റെയിൽവേയുടെ പൂർണ്ണമായ അനുമതിയും കാര്യങ്ങളും എല്ലാം വേണം. അങ്ങനെ തീർത്തും നിരാലംബരമാക്കപ്പെട്ട കുറേയധികം പേരാണ് അവിടെയുള്ളത്. അവർക്ക് മറ്റിടങ്ങളിലേക്ക് മാറിയിട്ട് ചിലർ ഇപ്പോഴും വാടക വീട്ടിൽ തന്നെ കഴിയുന്നു. തങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ നിന്ന് മാറിയത്, ആ പദ്ധതിയെങ്കിലും അവർക്ക് യാഥാർത്ഥ്യമായി കാണുന്നതിന് അവർക്ക് ആഗ്രഹമുണ്ട്. കേരളം കാത്തിരുന്ന ഒരു പദ്ധതിക്ക് തങ്ങൾ എതിരല്ല എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും എവിടെ എത്തി എന്നൊരു വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ആർക്കും ഒരു ഉത്തരവും അതിന് ഇപ്പോഴും ഇല്ല എന്നാണ്. കടുത്ത പ്രതിഷേധം ആ മേഖലയിലുണ്ട്. ഇനിയും ഈ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ, അതിൻ്റെ പാത ഇരട്ടിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് അവർ വിശ്വസിക്കുന്നത് ഇതിൽ ആർക്കും ഒരു താല്പര്യമില്ലാത്തത് കൊണ്ട് പരസ്പരം പറഞ്ഞുപോയി പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. ഇത് കേന്ദ്രം അത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ പറയുന്നു. കേരളം അതിന് മറ്റ് നിർദ്ദേശങ്ങൾ വയ്ക്കുന്നില്ല. അങ്ങനെ പൊതുവിലൊരു ആശയക്കുഴപ്പം എല്ലാവരിലും തന്നെ നിലനിൽക്കുന്നു എന്നതാണ്.